പ്രിയരെ, ഇന്ന് പെന്തക്കുസ്ത തിരുനാൾ സുദിനമാണ്. പെന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50. യേശുനാഥൻ മരിച്ചിട്ട് ഉത്ഥാനം ചെയ്തതിൻ്റെ 50-ാം ദിവസം, പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ദിവസം, സഭ ജന്മം കൊണ്ട ദിവസം, അത് സഭയുടെ ജനന തിരുനാളാണ്. സ്ലീഹകാലം ഇന്ന് 1-ാമത്തെ ഞായറാഴ്ച. തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലെ 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം ശിഷ്യന്മാരെല്ലാവരും യേശു മരിച്ചതിന് ശേഷം ഭയപ്പെട്ട് വാതിലുകൾ അടച്ച് ഇരിക്കുകയാണ്, യഹൂദരെ ഭയന്നുകൊണ്ട്. അങ്ങനെ വാതിലടച്ച് ഇരിക്കുന്ന അവസരത്തിൽ യേശുനാഥൻ അവരെ മധ്യേ വാതിൽ തുറക്കാതെ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവരെ ആശീർവദിക്കുകയാണ്. യേശുവിനെ കണ്ട് അവർ ഭയപ്പെടുകയാണ്. തങ്ങളുടെ ഗുരുവും നാഥനുമായ യേശുനാഥൻ മരിച്ചപ്പോൾ അവർ ഭയവിഹ്വലരായി. വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്നായിരുന്നു അവർ. എന്നാൽ യേശുനാഥൻ മരിച്ചപ്പോൾ, തങ്ങൾ ഗുരു മരിച്ചപ്പോൾ അവരെല്ലാവരും അസ്വസ്ഥരായി ഭയപ്പെട്ടു. അങ്ങനെ ഭയന്ന് വാതിലടച്ചിരിക്കുന്ന ആ സമയത്താണ് വാതിൽ തുറക്കാതെ തന്നെ യേശുനാഥൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഭയപ്പെട്ടിരുന്ന അവരുടെ ഭയം കണ്ടുകൊണ്ട് യേശുനാഥൻ തൻ്റെ മുറിപ്പാടുകൾ കയ്യിലെയും പാർശ്വത്തെയിലെയും അവർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് വിശ്വാസമായ സന്തോഷമായി. യേശുനാഥൻ അവരെ ആശീർവദിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം, ഞാൻ നിങ്ങളെ പിതാവായ ദൈവം അയച്ചതുപോലെ നിങ്ങളെയും അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുമേൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി. പെന്തക്കുസ്താ സുദിനം യേശുനാഥൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരിലേക്ക് അയച്ച ദിവസമാണ്. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് യേശുനാഥൻ ശിഷ്യന്മാരെ അയക്കുകയാണ്. പിതാവായ ദൈവം അയച്ചതുപോലെ, യേശുവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ശക്തിപ്പെടുത്തുകയാണ്. യേശുനാഥൻ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ അവർ ശക്തി പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ അവരെ ദൗത്യമേൽപ്പിക്കുകയാണ്. വലിയൊരു ദൗത്യം. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ക്ഷമിക്കപ്പെട്ടിരിക്കും. ആര് പാപങ്ങൾ നിങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവിടെ നിന്ന് അയക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുനാഥൻ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി അയക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും യേശുവിനെ പ്രഘോഷിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. മാമോദീസ സ്വീകരിച്ചപ്പോൾ നാം ദൈവത്തിൻ്റെ സഭയിലെ മക്കളായി. ഞാനും നിങ്ങളും സഭയിലെ മക്കളാണ്. അങ്ങനെ കർത്താവിൻ്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിരിക്കുകയാണ്. യേശുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് ദാനങ്ങളാണെന്നറിയാം. ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം എന്നീ ദാനങ്ങളാൽ നിറയപ്പെടുവാൻ കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ് സന്തോഷത്തോടും സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കുവാനും ആ ശാന്തി സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രത്യേകമായിട്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. സഭ ഔദ്യോഗികമായി ജന്മം സ്വീകരിച്ച ഈ ദിവസം നമുക്കെല്ലാവർക്കും നല്ല സഭാതനയനായി കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി മറ്റുള്ളവർക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ട ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.